വെൽക്കം ടു ബുദ്ധസ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവയിലേക്കും കളമശ്ശേരിയിലേക്കും എളുപ്പം പോകാൻ പറ്റുന്ന ലൊക്കേഷനായ എടത്തലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം വില്ല പ്രൊജക്റ്റിനുള്ളിലെ 4 BHK പ്ലസ് സ്റ്റഡി റൂമും യൂട്ടിലിറ്റി റൂമോടും കൂടി ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വില്ല വന്നിരിക്കുന്നത്. ഒരേപോലെയുള്ള 3 വില്ലകളാണ് ഇവിടെ പണി പൂർത്തിയായിട്ട് ഉള്ളത്. അതിലെ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരേപോലെ പണി കഴിപ്പിച്ചിട്ടുള്ള 3 വില്ലകളാണ് ഇവിടെയായിട്ട് ഉള്ളത്. വില്ലകളുടെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. ഒരു മനോഹരമായ കളർ കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത്. എലിവേഷൻ ഭംഗി നൽകുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണെന്ന് നമുക്ക് പറയാം. കൂടാതെ ബാൽക്കണികളിലുള്ള ജാളി വർക്ക്, ഫോൾ സീലിംഗ് വർക്ക്, സിലിണ്ടറിക്കൽ ലൈറ്റ് എന്നിവയും ഈ ഒരു എലിവേഷന് ഭംഗി നൽകാനായി ചെയ്തിട്ടുണ്ട്. 5 മീറ്ററോളം ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഡെൻഡിനോട് ചേർന്നാണ് ലാസ്റ്റ് വില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ എലിവേഷന് മാച്ച് ചെയ്യുന്ന അതേ കളർ കോമ്പിനേഷൻ നൽകി ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഇനി ലൈറ്റ് കൂടി വരാനുണ്ട്. അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളിൻ്റെ പില്ലറിലും ഇനി ലൈറ്റ് വരാനായിട്ടുണ്ട്. 5 മീറ്ററോളം തന്നെയാണ് ഇവിടെ ഗേറ്റിൻ്റെയും ഓപ്പണിംഗ് സ്പേസ് വന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇൻ്റർലോക്ക് കട്ടകളുടെ പോളിഷ് കൂടി ഇനി വരാനായിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത്. 12 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു SUV കാർ പാർക്കിംഗ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ രണ്ടാമതായി ഒരു കൊമറ്റ് പോലെയുള്ള വാഹനം ഗേറ്റിന് അഭിമുഖമായും നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി ബോർവെല്ലും അതേപോലെ KW വാട്ടർ കണക്ഷനുമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് ഇത് വർക്ക് ഏരിയയ്ക്കുള്ള ഒരു പ്രൊവിഷനായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ചെറിയ പാർഷ്യയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകൾ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ഒരു ഗാർഡൻ ചെയ്യാനുള്ള സ്പേസൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 2.5 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളാണ് വരുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ടാപ്പ് പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 11 അടിയോളം നീളവും 4 അടിയിലേറെ വീതിയുമുള്ള ഈ ഒരു സിറ്റ് ഔട്ടൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് 2 വശത്തായിട്ട് അത്യാവശ്യം പ്ലാന്റർ ബോക്സ് നൽകി പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ജാളി വർക്കും വരുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത്. മഹാഗണിയിൽ ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഫ്രെയിം വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് സ്പേഷ്യസ് ആയ ഒരു ലിവിങ്ങിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിങ്ങിന് 13 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലിപ്പമുള്ള ഒരു 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വലിപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ലിവിങ്ങിൽ ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് സൈഡ് വാൾ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസോ ഇൻഡോർ പ്ലാന്റോ അല്ലെങ്കിൽ ഡെക്കർ ഐറ്റംസോ ഒക്കെ വെച്ച് ഭംഗിയാക്കാവുന്നതാണ്. ഈ ഒരു ലിവിങ്ങിൽ നിന്ന് നമ്മൾ പിന്നീട് പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. കൂടാതെ ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡൈനിങ് സ്പേസിലാണ് നമ്മൾ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 11 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്.
ഈ ഒരു ഭാഗത്ത് വരുന്ന ടി വി യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് അത്യാവശ്യം ഡെക്കർ ഐറ്റംസും സ്റ്റോറേജ് സ്പേസും ഒക്കെ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പെർമനൻറ്റ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു പാർഷ്യ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറ്റിയാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ ബാക്ക് സൈഡിൽ മൊറോക്കൻ പാറ്റേണിലുള്ള ടൈലൊക്കെ നൽകി വലുപ്പമുള്ള ഒരു ഗ്ലാസുമാണ് നൽകിയിരിക്കുന്നത്. ലൈറ്റൊക്കെയുള്ള മിററാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെക്ഷനിലായിട്ട് ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പാനലിംഗ് വർക്ക് ചെയ്ത് സ്പോട്ട് ലൈറ്റിന് പകരം സിലിണ്ടറിക്കൽ ലൈറ്റ് നൽകിയാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിംഗ് വർക്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് അത്യാവശ്യം ഡെക്കർ സ്പേസ് വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയായി ചെയ്തിരിക്കുന്ന ഒരു ക്രോക്കറി യൂണിറ്റ് ആണ് നമ്മൾ കാണുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 10.5 അടിയിലേറെ നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. കൂടാതെ കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. 3 ലെയറായിട്ടാണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഡ്യുവൽ കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ളൊരു സിങ്ക് നൽകിയിട്ടുണ്ട്. ഈ ടാപ്പ് ഫിറ്റിങ്സ് ഒക്കെ വരാനായിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് കൂടാതെ പാനലിംഗ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു ഫ്രിഡ്ജിനുള്ള സ്പേസ് തന്നെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റിലായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് നൽകിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സ് ഇനി വരാനായിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സ് ആണ് നൽകുന്നത്. കൂടാതെ വാഷ് കൗണ്ടറും വാട്ടർ ക്ലോസറ്റും ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പോർഷനും എല്ലാം ഈ ഒരു ബാത്റൂമിന് ഇനി വരാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. ഈ ഒരു കോർണറിലായിട്ട് 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലുള്ള സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത്. വുഡൻ ടെക്സ്ചറിലുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലുകളാണ് സ്റ്റെപ്സിന് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും വരുന്നുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. കൂടാതെ അത്യാവശ്യം സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഈ ഒരു പാസേജിൻ്റെ ഒരു സൈഡിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിലെ 2 ബെഡ്റൂമുകൾ വരുന്നത്. ഇവിടെയായിട്ട് കാണുന്നത് യൂട്ടിലിറ്റി സ്പേസാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റഡി റൂം വരുന്നത്. ഇവിടെ എല്ലാം തന്നെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്ത് സ്പോട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 13 അടിയിലേറെ നീളവും 12.5 അടി വീതിയുമാണ് ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈസ്റ്റിലേക്ക് 2 ഡോറിൻ്റെ ഒരു വിൻഡോയും സൗത്തിലേക്ക് 3 ഡോറിൻ്റെ ഒരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു സോഫ സെറ്റും ഒരു ടേബിളും ഒക്കെ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്താണ് അപ്പർ ലിവിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 13 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ചെയ്തേക്കുന്നത് പോലെ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിനും 11 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്.
വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിൻ്റെ ഒരു വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അതേപോലെ തന്നെ എല്ലാ ബാത്റൂമിൻ്റെയും ഫിറ്റിങ്സ് ഇനി ചെയ്യാനായിട്ട് ഉണ്ട്. ഇവിടെയായിട്ടാണ് സ്റ്റഡി റൂം വരുന്നത്. ഈ ഒരു സ്റ്റഡി റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു സ്റ്റഡി റൂമിന് 11 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഇവിടെയായിട്ടൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു ബുക്ക് ഷെൽഫും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റഡി റൂമിൽ നിന്ന് ചെറിയൊരു ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാൽക്കണിയിൽ 2-3 ചെയർ ഇട്ട് നമുക്ക് ഇരിക്കാവുന്നതാണ്. കൂടാതെ 2 സൈഡിലായിട്ടും ജാളി വർക്ക് ചെയ്തിട്ടുണ്ട്. പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് ഈ ഒരു ബാൽക്കണിക്ക് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 11.5 അടിയിലേറെ നീളവും 7.5 അടിയോളം വീതിയുമാണ് ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രില്ലാണ് വിൻഡോയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയും ഒരു ഗ്രില്ലിൻ്റെ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്ക് വരാം. 13 അടിയിലേറെ നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു മെയിൻ ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് ജാളി വർക്ക് വരുന്നുണ്ട്. മുകളിലായിട്ട് പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 700 മീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9.2 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.9 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 5.7 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 3.9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ, കലൂരേക്ക് 16 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4.25 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി റൂമോടും കൂടി ഈ വീടിന് ചോദിക്കുന്നത് 90 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.